ഒരു കുഴപ്പത്തിനുമില്ല, ഒരിടങ്ങേറിനുമില്ല. അതേ അവസരത്തിൽ സർക്കാരിനെ അനുകൂലിച്ചുകൊണ്ട് തന്നെ, സർക്കാരിന്റെ നിയമങ്ങൾ അനുകൂലിച്ചുകൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ അത് ഇസ്ലാമിക വിരുദ്ധമാണെങ്കിൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ നിയമപരമായ മാർഗങ്ങൾ കൂടെ നേരിട്ട് കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ് സമസ്ത. എല്ലാവർക്കും അതറിയാവുന്നതാണ്. ആ സമസ്തയിൽ ഇപ്പോൾ ചില പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടായ അവസരത്തിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. അതെന്താണെന്ന് തിരിയാത്ത ഒരു കൂട്ടർ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുള്ളതാണ്. നൂറ്റാണ്ട് മുമ്പാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായത്. എന്താ പ്രശ്നം ഉണ്ടായത്? കെ എം മൗലവിയെ നിങ്ങൾക്കറിയാം. കെ എം മൗലവി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, അദ്ദേഹം വഴി തെറ്റിപ്പോയി. പണ്ഡിതൻ സുന്നി പണ്ഡിതനൊക്കെ ആയിരുന്നു. ആദ്യകാലത്ത് നമ്മളെ ദർസിലൊക്കെ പഠിപ്പിച്ച മുദരിസൊക്കെ ആയിരുന്നു. പക്ഷെ അദ്ദേഹം വഴി തെറ്റി. അയാൾ വഹാബിയായി, മുജാഹിദായി എന്നൊക്കെ പറയാം, സലഫിയായി. ആ ആശയങ്ങളുമായിട്ട് അദ്ദേഹം കടന്നു വന്നുകൊണ്ട് ഇവിടെ ലോകത്തെ എല്ലാ മുസ്ലിങ്ങളും അനുവർത്തിക്കുന്ന ആ മര്യാദകളൊക്കെ അവഗണിച്ചുകൊണ്ട് അതിൽ ഭിന്നിപ്പുണ്ടാക്കിക്കൊണ്ട് ഈ ഇന്നത്തെ മുസ്ലിങ്ങൾ ചെയ്യുന്നതൊക്കെ ശിർക്കാണ്, ബഹുദൈവ ആരാധനയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പ്രവർത്തിച്ചു. പ്രസിദ്ധീകരണങ്ങൾ ഇറക്കി, പ്രസംഗങ്ങൾ ഇറക്കി, ആളുകളെ സംഘടിപ്പിച്ചു. അങ്ങനെ പ്രവർത്തനം തുടങ്ങി 1921 ശേഷം. അപ്പോഴാണ് നിസ്വാർത്ഥരായ ശുദ്ധരായ നമ്മുടെ പണ്ഡിതന്മാർ അവർ സമ്മേളിക്കുന്നത്. അതുവരെ നമുക്കെന്തില്ല, ഒരു സംഘടന ഇവിടെ ഇല്ല, ആർക്കുമില്ല. മുസ്ലിം ഇസ്ലാം എന്ന് പറയുന്ന സംഘടനയല്ലാത്ത ഒരു സംഘടന ഇവിടെ ഇല്ല. ഇവിടെ സംഘടന ആദ്യമായിട്ടുണ്ടാക്കിയത് വഹാബികളാണ്. ആ വഹാബികൾ സംഘടന ഉണ്ടാക്കിക്കൊണ്ട് പലതും നമ്മളെ ആശയവിരുദ്ധമായിക്കൊണ്ട് നമ്മൾ അനുവർത്തിച്ചു വരുന്ന പ്രവർത്തനങ്ങൾക്ക് വിരുദ്ധമായിക്കൊണ്ടുള്ള പരിപാടികൾ അവർ ഇറക്കുമതി ചെയ്തു. നമ്മളെയൊക്കെ നമ്മൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരൊക്കെ മുശ്രിക്കാണെന്ന് പറഞ്ഞു, ശിർക്കാണ് എന്ന് പറഞ്ഞു, ബഹുദൈവ ആരാധകരാണ് എന്ന് പറഞ്ഞു. ഉദാഹരണം, ബദരീങ്ങളെ പേര് വിളിച്ചുകൊണ്ട് നമ്മളിവിടെ മജ്ലിസ് നൂറ് നടത്താറുണ്ട്. എന്തൊരു സുന്ദരമായ മജ്ലിസാണ് മജ്ലിസ്. ബദരീങ്ങളെ പേര് പറഞ്ഞുള്ള പ്രാർത്ഥന. ബദരീങ്ങളെയും അതുപോലെ അള്ളാഹു തൃപ്തിപ്പെട്ട ആൾക്കാരെയൊക്കെ സ്നേഹിക്കുകയും അവരൊക്കെ ബഹുമാനിക്കുകയും ചെയ്യണമെന്ന് ഇസ്ലാം കൽപ്പിച്ചതാ. അപ്പൊ അതിനൊക്കെ അവഗണിച്ചുകൊണ്ട് മദ്ഹബിന്റെ ഇമാമുകൾ, മുഹദ്ദിസീങ്ങൾ, മുഫസ്സിരീങ്ങൾ ഇവരൊക്കെ അവഗണിച്ചുകൊണ്ട് സ്വന്തം നിയമം കണ്ടെത്താം, ഖുർആനിൽ കൂടെ സ്വന്തം നിയമം കണ്ടെത്താമെന്നൊക്കെ ജൽപ്പനങ്ങൾ ഇവിടെ നടത്തി, ഇവിടെ വസ്വാസ് ഉണ്ടാക്കി, ജനങ്ങളുടെ വസ്വാസ് ഉണ്ടാക്കി. അപ്പോഴാണ് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങള് നവ്വറല്ലാഹു മർക്കദഹു പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ തുടങ്ങിയ അന്നത്തെ പ്രഗത്ഭരായ ലോകം അംഗീകരിച്ച പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാർ ഒത്തുകൂടിക്കൊണ്ടാണ് 1926 സമസ്ത ഉണ്ടാക്കുന്നത്. സമസ്ത ഉണ്ടാക്കിയതിനു ശേഷം ഇവിടുത്തെ ജനങ്ങളെയൊക്കെ പേപ്പിച്ച ആ വസ്വാസുകളൊക്കെ തിരുത്തി സമസ്ത ശുദ്ധമായ മാർഗത്തിലേക്ക് അവരെ തൊളിച്ചു കൊണ്ടുവന്നു. പിന്നീട് ഈ വന്ന വഹാബികൾക്ക് പത്തിമടക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് കേരളത്തിൽ ഇന്നും 95% സമസ്തക്കാരും സുന്നികളുമായി നിലനിൽക്കുന്നത്. പിന്നീട് അതുപോലെ പല സംഘടനകളും വന്നു. ജമാഅത്തെ ഇസ്ലാമി കുറച്ചുകൂടെ കടന്നതാണ്. നമ്മുടെ രാജ്യത്തിന്റെ നിയമത്തിന് വിരുദ്ധമായി കൊണ്ട് പ്രവർത്തിക്കുന്നവർ കൂടിയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. സമസ്തനെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞല്ലോ, ഇവിടുത്തെ ഭരണഘടനയും ഇവിടുത്തെ ഭരണകൂടവും കോടതിയും നിയമാവലിയും ഭരണഘടനയും ഒക്കെ അംഗീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് സമസ്ത. അതോടുകൂടെ ദീനിന്റെ എല്ലാ കാര്യങ്ങളും പഴയതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് ഒരു മാറ്റവുമില്ലാതെ നിലനിർത്തിക്കൊണ്ട് പോകണം എന്ന ആദർശത്തിൽ അടിയുറച്ച് പ്രവർത്തിക്കുന്ന സംഘടനയാണ്. ആ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. അതെല്ലാവരും മനസ്സിലാക്കേണ്ട എല്ലാ ജാതിക്കാരും, ഇവിടുത്തെ ജാതിക്കാർക്കൊക്കെ അറിയാം, എല്ലാ മതക്കാർക്കും അറിയാം. ആ നിലക്ക് പ്രവർത്തിക്കുന്ന സംഘടന ഉണ്ടാക്കേണ്ടി വന്നു. അപ്പോഴാണ്. അതുവരെ സംഘടന ഉണ്ടാക്കിയിരുന്നില്ല. അപ്പൊ ഈ രണ്ട് സംഘടനകളും വളരെ സംഘടനത്തിലാണ് പോയത്. മറ്റേ സംഘടന ഇവിടെ പരത്തിയ വസ്വാസുകളൊക്കെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി വളരെ ശക്തമായി പ്രവർത്തിക്കേണ്ടി വന്നു ആദ്യകാലത്തൊക്കെ തന്നെ. പിന്നീട് 1940കളിൽ ജമാഅത്തെ ഇസ്ലാമി വന്നപ്പം അതിനെ എതിർത്തു. അതുപോലെ പല പുതിയ ആശയക്കാരൊക്കെ പലരും വന്നപ്പോഴൊക്കെ അതിനൊക്കെ എതിർത്തുകൊണ്ട് സമസ്ത മുന്നേറിക്കൊണ്ട് പോവുകയാണ്. ഇതാണ് വിഷയം. ഇപ്പം അതൊക്കെ നമ്മൾ പറഞ്ഞാൽ നമ്മുടെ മദ്രസകൾ 12,000-13,000 മദ്രസകൾ നമുക്കുണ്ട്. 12,000 മദ്രസകളിൽ ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമായുണ്ട്. കേരളത്തിൽ തന്നെ, കേരളത്തിന്റെ പുറത്ത് തമിഴ്നാട്ടിലും കർണാടകയിലും മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ ആയിക്കൊണ്ട് വിദേശ അറബ് നാടുകളിൽ വരെ നമ്മുടെ മദ്രസകൾ പ്രവർത്തിക്കുന്നുണ്ട്. അത് ഈ സിലബസാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ സിലബസ് കൊണ്ടുള്ള
ആ സിലബസ് അനുസരിച്ചുള്ള വിദ്യാഭ്യാസത്തിലാണ്. അതോടുകൂടെ ഭൗതിക മേഖലയിലും പ്രവർത്തിക്കുന്ന ഒരുപാട് അറബിക് കോളേജുകൾ, അതുപോലെ സമന്വയ കോളേജുകളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ അനാഥശാലകൾ, അതുപോലെയുള്ള ദീനീ മേഖലയിലും അതുപോലെ ഭൗതിക മേഖലയിലൊക്കെ തന്നെ കടന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണിത്. ഇത് എല്ലാവരും പരസ്യമായി അറിയുന്ന ഒരു സംഗതി തന്നെയാണ്. ഇതിന് ഇപ്പോൾ ഇതിന്റെ അനുയായികളാണെന്ന് പറയുന്ന ചില ആളുകളൊക്കെ അതിന് വിഘാതമായിക്കൊണ്ട് KM മൗലവിയെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി വരികയാണ്. ഈ KM മൗലവിയെ അരിക്കാക്കിയതാണ് സമസ്ത. അവരൊക്കെ രണ്ടാമത് പൊന്തിച്ച് മേലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിന്റെ അർത്ഥം എന്താ? പഴയ വഹാബിസം തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു കുതന്ത്രമാണ് നടക്കുന്നത്. ഈ നിലക്ക് സുന്നത്ത് ജമാഅത്ത് സമസ്ത ഇവിടെ കെട്ടിപ്പടുത്ത ആദർശത്തെ തകർക്കാൻ വേണ്ടി ഗൂഢമായ ശ്രമങ്ങൾ നടക്കുന്നു. അത് പരസ്യമായിക്കൊണ്ട് തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാ. ഇവിടെയാണ് നമുക്കുള്ള കുഴപ്പം. ഇത് അരുതാത്തതാണ്. സമസ്ത വിശ്വാസികൾ സമസ്തയുടെ ഉള്ളിൽ തന്നെ അവര് എല്ലാ നിലക്കും 100% അവിടെ തന്നെ നിന്നുകൊണ്ട് പ്രവർത്തിക്കണം എന്നുള്ളതാണ് നമ്മളുടെ ഈ വിളംബരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇത്തരം പരിപാടികളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റത് പോക്കാണ്. നമ്മുടെ മഹാന്മാർ നമുക്ക് കാണിച്ചു തന്ന വഴിവിട്ട കളിയാണ്. അത് ഒരിക്കലും നിലനിർത്താൻ പാടില്ല, അത് വളർത്താൻ പാടില്ല, അത് എതിർക്കപ്പെടേണ്ടതാണ്. നമ്മുടെ മഹല്ലുകളിൽ നുഴഞ്ഞു കയറുന്ന ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെ വഹാബീസും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. ഇവിടെ പല വിഷയങ്ങളിലും നമുക്കെതിരാണ്. പല വിഷയങ്ങളിലും ഇസ്ലാം വളരെ കർശനമായി നിർവഹിച്ച കാര്യങ്ങളൊക്കെ അവർ പുറത്തേക്ക് കൊണ്ടുവരിക, ഹലാലാക്കിയാണ്. ഇസ്ലാം ഹറാമാക്കിയത് ഹലാലാക്കുന്നു, ഹലാലാക്കിയതിനെ ഹറാമാക്കുന്നു. ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പലതും നടക്കുന്നു. രാഷ്ട്രീയക്കാരുടെ വേദിയുണ്ട്, അവരതൊക്കെ ചെയ്യാം. റോഡ് പാലമൊക്കെ നോക്കിയിട്ട് അവർക്ക് അതൊക്കെ ചെയ്യാം. ഇവിടെ റേഷൻ കട നോക്കണം. അതുപോലെ തൊഴിലില്ലാത്തവരുണ്ട്. അങ്ങനെ സാമുദായിക പ്രശ്നങ്ങളുള്ളവരുണ്ട്. അവിടൊക്കെ എന്താക്കണം, ഇടപെടുക എന്നല്ലാതെ ദീനിന്റെ കാര്യത്തിൽ ഇസ്ലാമിന്റെ കാര്യം പറയേണ്ടത് പണ്ഡിതന്മാരാണ്. അമ്പിയാക്കന്മാരുടെ ദൗത്യം ഏറ്റെടുത്ത പണ്ഡിതന്മാരാണ്. അതിൽ കടന്ന് കളിക്കരുത്. സമസ്തയുടെ ഉള്ളിലേക്ക് രാഷ്ട്രീയക്കാരെന്താക്കേണ്ട, ഇറങ്ങി വരേണ്ടതില്ല എന്ന് നമ്മൾ പറയുന്നു. ഇത് അവർക്കൊരു വിരോധമായി തോന്നി. നമ്മൾ എന്ത് ചെയ്യാനാ? രാഷ്ട്രീയക്കാർ പണിയെടുത്തോട്ടെ. രാഷ്ട്രീയക്കാർക്ക് ഇവിടെ ഒരുപാട് പണിയെടുക്കാനില്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ദീനുൽ ഇസ്ലാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഈ രാജ്യത്തിന് ഒത്ത രൂപത്തിൽ ഈ രാജ്യത്തിന്റെ ഭരണഘടനയും സംവിധാനങ്ങളൊക്കെ അനുസരിച്ചുകൊണ്ടുള്ള പ്രവർത്തനം നടത്തലാണ് സമസ്തയുടെ ലക്ഷ്യം. അത് നടത്തുന്നുണ്ട്. അതിൽ ഇടപെട്ടുകൊണ്ട് വിഷയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വരരുത് എന്ന് വളരെ വിനയത്തോടുകൂടി എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. ഇതെല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്.